ഇന്ന് ജനുവരി 30 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. സമീപകാലത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത റെക്കോർഡ് വിജയം നേടിയെടുത്ത തെലുഗു പാൻ ഇന്ത്യൻ സിനിമ കൂടിയാണല്ലോ അല്ലു അർജുൻ നായകനെത്തിയ പുഷ്പ 2 ദി റൂൾ സിനിമ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. തെലുഗു സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ എക്സ്റ്റൻഡ് കട്ട് വെർഷനായിട്ട് റീലോഡഡ് വെർഷനായിട്ടാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. 3 മണിക്കൂർ 44 മിനിറ്റ് ആണ് സിനിമയുടെ നിലവിലെ ദൈർഘ്യം. 1800 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ തെലുഗു ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ കൂടി നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അഭിപ്രായങ്ങൾ പറയൂ. ഇന്ന് അർദ്ധരാത്രി 12 മണിയുടെ OTT റിലീസിനൊരുക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് എമക്ക് തൊഴിൽ റൊമാൻസ്. ചിത്രം, സൺനെസ്റ്റ്, സിംപിളി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ജനുവരി 31 മുതൽ ലഭ്യമാകും. അതേസമയം തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ഫെബ്രുവരി 14 തീയതിയും OTT റിലീസാകുന്നതാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സിനിമകളിലൊന്നാണ് ഓഷാന. ദിയാനും അൽത്താഫ് സലീം എല്ലാം തന്നെ ഗസ്റ്റ് കാമിയറ ഉള്ളെത്തിയ സിനിമ മനോരമ മാക്സിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജനുവരി 31 OTT റിലീസാകുന്നതാണ്. നേരത്തെ ഈ മാസം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. തിയേറ്ററുകളിലെ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിനായിട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം. ഫെബ്രുവരി മാസം സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ 5 അപ്ഡേറ്റുകൾ തെലുഗു സിനിമകളുടേതാണ്. അതിലൊന്ന് ഡാക്കു മഹാരാജ് എന്ന ബാലയ്യ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ഈ തെലുഗു സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ചയോടെ OTT റിലീസാകുന്നതാണ്. OTT പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും റിലീസ് പ്രതീക്ഷിക്കുന്നു. സംക്രാന്തിക്ക് വസ്തുനം സംക്രാന്തി പൊങ്കൽ സീസണിലെ വിന്നറായി മാറിയ ഇന്ത്യൻ സിനിമയാണല്ലോ സംക്രാന്തിക്ക് വസ്തുനം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ZEE5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വെങ്കടേഷ് സിനിമ ZEE5ലൂടെ ഫെബ്രുവരി മാസം പകുതിക്ക് ശേഷം OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. തമിഴ് ഭാഷയിൽ കൂടി റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നും ടൊവിനോ, ത്രീഷ, ഒപ്പം തന്നെ വിനയറായി തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച ഈ ജനുവരി മാസത്തിലെ ആദ്യ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഐഡന്റിറ്റി അപ്ഡേറ്റ് ആണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും തിയേറ്ററുകളിലെ പരാജയമായിരുന്നു ഐഡന്റിറ്റി. ഇപ്പോഴത്തെ സിനിമ ZEE5ലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ജനുവരി 31 OTT റിലീസാകുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായിട്ട്. ഒപ്പം OTT അഭിപ്രായങ്ങൾ കേട്ട്